ഹലോ കൂട്ടുകാരെ, ചെമ്മനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും കുടുംബാംഗങ്ങളും എല്ലാവരും കട കാണാൻ പോകുന്നുണ്ട് കേട്ടോ. കടയൊക്കെ എല്ലാവർക്കും വല്ലാതെ ഇഷ്ടമായി. എല്ലാവരും ഓരോന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് സച്ചിയോട്, നമുക്ക് ഫ്രിഡ്ജ് വാങ്ങിയാലോ സച്ചിയേട്ടാ, വലിയ ഫ്രിഡ്ജ് വാങ്ങിയാലോ, എനിക്ക് എൻ്റെ പൂവൊക്കെ വെക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നത് വേണമെങ്കിൽ മേടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ വേണ്ട, എന്നിട്ട് വേണം എൻ്റെ ബിസിനസ് കൂടുക പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മ ഓരോന്ന് പറയാൻ, അതുകൊണ്ടൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രസകരമായി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സുധി ഈ കസാല കാണുന്നത്. ആ കസാലയിൽ കണ്ടിട്ട് അവൻ ആ റോളിങ് ചെയറിലൊന്ന് ഇരിക്കണം എന്നൊരാഗ്രഹം വരും കേട്ടോ. അപ്പോൾ അവിടുന്ന് ശ്രുതിയും ചന്ദ്രയും ഇത് കണ്ടിട്ട് നല്ല സന്തോഷത്തിൽ ചിരിച്ചിട്ട് ഈ സുധി ഇരുന്ന് കറങ്ങണത് കണ്ടിട്ട് അവർക്ക് വലിയ സന്തോഷമാവുക കേട്ടോ. അപ്പുറത്ത് സച്ചിയും ശ്രീകാന്തും കണ്ടിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടിട്ട് അത് കാണിച്ചിട്ടാണ് കേട്ടോ അന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് സച്ചി കടയുടെ മുതലാളിയോട് ചോദിക്കുന്നുണ്ട് എത്ര അപ്പോൾ നമ്മുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് എത്രയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, സച്ചി ഇനി ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, സച്ചി ഇതിൽ ഇടപെടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ സച്ചി റൂമിലേക്ക് പോകുന്ന സമയത്ത് ശ്രുതിയും കൂടി വർത്തമാനം പറയുന്നത് കേൾക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട്, ഇനി അമ്മയുടെ പേരൊന്നും ഈ കടയിലേക്ക് ഇടണ്ട, 2 പ്രാവശ്യം അമ്മയുടെ പേരിട്ടിട്ട് രണ്ടും പൊളിഞ്ഞില്ലേ, ഒന്ന് ഫ്രാഞ്ചൈസിക്കാർ കൊണ്ടുപോവുകയും ചെയ്തു, ഇനിയോ നിൻ്റെ കുറ്റി കൂടി കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സച്ചി പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി ഇതൊക്കെ കേട്ടിട്ട് എല്ലാം എന്തൊക്കെയാണ് പറയണമെന്നൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഉണ്ട് പെട്ടെന്ന് ഉള്ളിലേക്ക് വന്നിട്ട് രണ്ടാളോടും കൂടി പറയുന്നുണ്ട്, എന്താ നിങ്ങൾ രണ്ടാളും പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ പേര് ഈ കടയിലേക്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീ അമ്മയുടെ പേര് തന്നെ ഈ കടയിലേക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ ആരാ ജഡ്ജോ ചോദിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ ജഡ്ജാണ്, ഞാൻ പറഞ്ഞത് തന്നെ അവസാനത്തെ തീരുമാനം, അമ്മയുടെ പേര് തന്നെ ഈ കടയിലേക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവസാനത്തെ തീരുമാനം പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്ത് പേരും ഇടും നമുക്ക് നമ്മൾ വരും എപ്പിസോഡിൽ കണ്ടറിയാം. ഇതുപോലുള്ള ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.